കുന്നുകുഴിക്കാരുടെ ഒരു പ്രതീക്ഷ അവർക്ക് അവരുടെ സ്ഥാനാർത്ഥി നാളത്തെ മുഖ്യമന്ത്രിയാകണമെന്നതാണ്. ഈ പ്രതീക്ഷയെ അങ്ങ് എങ്ങനെ കാണുന്നു? ഇലക്ഷൻ ജയിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ജനങ്ങളുടെ ഇടയിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന ഒരു പ്രതിനിധി എന്നുള്ളതാണ് പലരും ഇന്ന് രാവിലെ സംസാരിച്ചപ്പോഴും അല്ലാപ്പോഴും. 8 വർഷക്കാലം അങ്ങനെയാണല്ലോ ഇവിടെ പ്രവർത്തിച്ചത്. എല്ലാവരുമായിട്ട് നല്ല ബന്ധമായിരുന്നു. തിരഞ്ഞെടുപ്പ് വാർത്തകൾ സ്പോൺസർഡ് ബൈ BLM. പാർട്ടി ഏതുമാകട്ടെ എല്ലാവരും വോട്ട് ചെയ്യുക. ഈ മത്സരോത്സവം ഏറ്റവും നല്ല സർക്കാരിനെ ലഭിക്കാൻ. BLM ജനപക്ഷത്ത് തകർക്കാനാകാത്ത വിശ്വാസം. ഞങ്ങളിപ്പോ കുന്നുകുഴിയിലാണ്. കുന്നുകുഴിയിൽ ഇന്ന് ശ്രീ കെ മുരളീധരന്റെ പ്രചരണാർത്ഥം അദ്ദേഹം എത്തുന്നുണ്ട്. അപ്പൊ അതറിഞ്ഞിട്ട് ഞങ്ങളിവിടെ അദ്ദേഹത്തെ കാണാനും സംസാരിക്കാനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് അദ്ദേഹത്തോട് ചോദിക്കാൻ ചില പ്രത്യേക ചോദ്യങ്ങൾ ഞങ്ങൾ കരുതി വെച്ചിട്ടുണ്ട്. ഒന്നാമത് കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ച് കേരളം ആഗ്രഹിക്കുന്നു കെ മുരളീധരനിലൂടെ വീണ്ടും ഒരു മുഖ്യമന്ത്രി കരുണാകരന്റെ കുടുംബത്തിൽ ഉണ്ടാകണമെന്നുള്ളത്. ആ ഒരു ചോദ്യത്തിന് നേരെ അദ്ദേഹം എങ്ങനെ പ്രതികരിക്കുമെന്നറിയാം. എന്തായാലും ഞങ്ങൾ അദ്ദേഹത്തെ കാത്തിരിക്കണം. ഏതാനും നിമിഷങ്ങൾക്കകം അദ്ദേഹം കുന്നുകുഴി ജംഗ്ഷനിൽ വരുമെന്നാണ് അറിയുന്നത്. പ്രവർത്തകർ അദ്ദേഹത്തെ കാത്തു നിൽക്കുന്നുണ്ട്. കുടപ്പനക്കുന്നിലെ സന്ദർശനം കഴിഞ്ഞാണ് ഇങ്ങോട്ട് വരുന്നത്. നല്ല രീതിയിലെ പ്രചരണം നടക്കുന്നുണ്ട്. എന്നാലും നമുക്ക് അദ്ദേഹവുമായി സംസാരിക്കാം. കുന്നുകുഴിക്കാരുടെ ഒരു പ്രതീക്ഷ അവർക്ക് അവരുടെ സ്ഥാനാർത്ഥി നാളത്തെ മുഖ്യമന്ത്രിയാകണമെന്നതാണ്. ഈ പ്രതീക്ഷയെ അങ്ങ് എങ്ങനെ കാണുന്നു? ഇലക്ഷൻ ജയിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ശരി ശരി. ജനങ്ങളുടെ ഇടയിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന ഒരു പ്രതിനിധി എന്നുള്ളതാണ് പലരും ഇന്ന് രാവിലെ സംസാരിച്ചപ്പോഴും അല്ലാപ്പോഴും. 8 വർഷക്കാലം അങ്ങനെയാണല്ലോ ഇവിടെ പ്രവർത്തിച്ചത്. എല്ലാവരുമായിട്ട് നല്ല ബന്ധമായിരുന്നു. എല്ലാ പാർട്ടിക്കാരുമായിട്ട് നല്ല ബന്ധമായിരുന്നു. മറ്റ് ജനപ്രതിനിധികളായിട്ട് നല്ല ബന്ധമായിരുന്നു. അതാണ് എന്റെ പ്രവർത്തന ശൈലി. അത് ഭാവിയിലും ഉണ്ടാവും. അപ്പൊ ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും പ്രചരണത്തിൽ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും. കുടുംബത്തിന്റെ ഒരു പാരമ്പര്യം നോക്കുമ്പോൾ അച്ഛന്റെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി അത് അങ്ങേക്ക് നല്ലതുപോലെ ഉണ്ട് എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. ആ പ്രതീക്ഷയെ ഒന്ന് യാഥാർത്ഥ്യമാക്കാൻ അങ്ങയുടെ ഭാഗത്ത് നിന്ന് ഇത്തവണ ജയമുണ്ടായാൽ അങ്ങ് നൽകുന്ന ഒരു വാഗ്ദാനം അല്ലെങ്കിൽ ഒരു ഇവർക്ക് നൽകുന്ന ഒരു വിശ്വാസം, ഉറപ്പ്. എല്ലാ കാലത്തും ഞാൻ വികസനത്തിനോടൊപ്പം ഉണ്ട്. ആ വികസനം നടപ്പാക്കുക എന്നുള്ളതാണ് എന്റെ നയം. വളരെ സന്തോഷത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങേക്ക് എല്ലാ വിജയാശംസകളും. ശ്രീ കെ മുരളീധരന്റെ മണ്ഡലം വിസിറ്റ് എനിക്ക് തോന്നുന്നു വളരെ സൗഹാർദ്ദപരമായിട്ടാണ് അദ്ദേഹം ഇടപെടുന്നത്. എല്ലായ്പ്പോഴും അദ്ദേഹത്തിന്റെ മകൻ നേരത്തെ വന്നിരുന്നു. ഞങ്ങൾ അപ്പോഴും സംസാരിച്ചിരുന്നു. എങ്ങനെയാണ് അങ്ങ് കാണുന്നത് അദ്ദേഹത്തിന്റെ ഈ ഒരു മണ്ഡലം വിസിറ്റ്? വളരെ ഫ്രണ്ട്ലിയാണ് അദ്ദേഹം ഈ നിയോജകമണ്ഡലത്തിലെ ഓരോ ആളുകളോടും. കാരണം അദ്ദേഹം ഈ 8 വർഷം കൊണ്ട് MLA ആയിരുന്നു. അതിനുശേഷം ഉള്ള കാലഘട്ടങ്ങളിലും MLA അല്ലാതായ കാലഘട്ടത്തിൽ MP ആയിരുന്നപ്പോഴും അതുമല്ലാതിരുന്ന കാലങ്ങളിലും ഒക്കെ തന്നെ നമ്മുടെ നിയോജകമണ്ഡലത്തിലെ ഓരോ വീടുകളുമായിട്ടുള്ള ബന്ധം കാത്തു സൂക്ഷിക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ നിയോജകമണ്ഡലത്തിൽ വട്ടിയൂർക്കാവിലൊരു മരണം ഉണ്ടായാൽ അദ്ദേഹം അവിടെ ഓടിയെത്തും. ഒരു കല്യാണം ഉണ്ടായാൽ അല്ലെങ്കിൽ വേറൊരു മംഗളകർമ്മം ഉണ്ടായാൽ ഒരു ഉദ്ഘാടനം ഉണ്ടായാൽ എല്ലാ കാര്യങ്ങളിലും ഒരു നിറസാന്നിധ്യമായി അദ്ദേഹം ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. പിന്നെ എന്ന് പറയുന്നവരുടെ ഇടയിൽ ഏറ്റവും നല്ലൊരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം എന്ന് ഞാൻ പറഞ്ഞാൽ അങ്ങ് എങ്ങനെ പ്രതികരിക്കും? അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹം അതിനൊരു യോഗ്യനായ ഒരാൾ തന്നെയാണ്. അത് തീരുമാനിക്കുന്ന പാർട്ടിയുടെ ഹൈക്കമാൻഡ് ആണല്ലോ. അത് ഇതിന്റെ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നു അദ്ദേഹത്തെ പോലെ ഒരാൾ മുഖ്യമന്ത്രി ആകണമെന്ന് പലരും ആഗ്രഹിക്കുന്നുണ്ടോ. അതിനകത്ത് ഇത് പറയുന്നില്ല. പക്ഷേ ഇതെല്ലാം അന്തിമ തീരുമാനമെടുക്കുന്ന അഖില ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയാണ്. അതിവിടെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി തന്നെ ഒരു ജനാധിപത്യ മാർഗത്തിൽ കൂടെ അതായത് ഇലക്ഷൻ ആൻഡ് സെലക്ഷൻ എന്നാണ്. ഇപ്പം നമ്മുടെ ജനപ്രതിനിധികളുമായിട്ടൊരു കൺസെൻസ് എടുത്തിട്ട് അത് വെച്ച് വോട്ടെടുപ്പ് നടത്താറില്ല. ഒരു കൺസെൻസ് എടുത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കമാൻഡ് പൊതുവെ ആലോചിച്ച് പല സാഹചര്യങ്ങളെല്ലാം കൂടെ വിലയിരുത്തിക്കൊണ്ട് ഒരാളിനെ കൊണ്ട് തീരുമാനിക്കും. അവിടെ ഒരു പ്രശ്നമില്ല. അതൊരു അധികാര ഏറ്റെടുക്കലുണ്ടാകും. അല്ലാന്നൊരു ഇതുണ്ടാകത്തില്ല. മുരളീധരൻ ഇവിടെ എന്ന് പറഞ്ഞാൽ 15 വർഷത്തെ ബന്ധമല്ല. അദ്ദേഹം സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ വട്ടിയൂർക്കാവുമായി ഏറ്റവും അവിടെ താമസിക്കുന്ന ആളാണ്. വട്ടിയൂർക്കാവിൽ തന്നെ അദ്ദേഹം സെൻറ് ജോസഫ് സ്കൂളിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് അദ്ദേഹം മാർവാനീസ് കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ എല്ലാ വിദ്യാഭ്യാസവും എല്ലാം അദ്ദേഹം നമ്മുടെ നിയോജകമണ്ഡലത്തിൽ തന്നെയായിരുന്നു. ആളുകളോടൊക്കെ ഏറ്റവും നല്ല അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഒരാളോടും രാഷ്ട്രീയം ചോദിക്കാതെ തന്നെ അവരുടെ ആവശ്യങ്ങളോടൊരു പരിഗണിക്കുക അദ്ദേഹത്തിനെ കൊണ്ട് കഴിയുന്നതൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പോൾ അദ്ദേഹം വന്നു കഴിഞ്ഞാൽ അദ്ദേഹം വെറും ഒരു MLA ആയിരിക്കുമല്ലോ. തീർച്ചയായിട്ടും കേരളത്തിൻ്റെ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭരണകൂടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിയാണോ മറ്റു മന്ത്രിമാരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അതൊക്കെ പാർട്ടി തീരുമാനിക്കുന്നുണ്ട്. അത് തീരുമാനിക്കുന്നത് പാർട്ടിയാണ്, പാർട്ടിയുടെ ഘടകങ്ങളാണ്.
അപ്പോൾ ഇതെന്തായാലും അദ്ദേഹം ജയിച്ചു വന്നാൽ ഒരു മന്ത്രിയാണ് ഇവിടെ ഒരു MLA വേണോ ഒരു മന്ത്രി വേണോ, അത് വലിയ ചോദ്യമാണ് നമ്മുടെ ആളുകളുടെ മുന്നിൽ ഇവിടെ നിൽക്കുന്നത്. എതിർ സ്ഥാനാർത്ഥിയെക്കുറിച്ചുകളൊന്നും നമ്മൾ പറയുന്നില്ല, BJP-യെക്കുറിച്ച് അതൊക്കെ അവരുടെ രാഷ്ട്രീയം അവരുടെ ഇതായിട്ടൊക്കെ പോകുന്നുണ്ട്. പക്ഷെ നുണപ്രചരണം നടത്തുവാനും അപകീർത്തിപ്പെടുത്തുവാനുള്ള ഒരു ശ്രമങ്ങൾ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുള്ളതാണ് നിർഭാഗ്യകരം. യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിന് അതിൻ്റെ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പിലെ ജനങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് മധ്യപ്പെടുത്തി ശരിയായ ദിശയിൽ ഇടപെടൽ നടത്തി വോട്ട് പിടിക്കുന്നതാണ് മാന്യതയും മര്യാദയും. പക്ഷേ അത് ഇപ്പോൾ ഈ അടുത്ത 5-6 ദിവസങ്ങളായി അത് തോൽവി ഭയന്നിട്ടായിരിക്കണം, തീർച്ചയായിട്ടും തോൽവി ഭയന്നിട്ട് തന്നെ ആയിരിക്കണം. അതൊക്കെ ലംഘിക്കാനുള്ള പ്രവർത്തനം നടത്തുന്നു. ഞങ്ങളിപ്പോൾ ഇതിൻ്റെ ഒരു തമാശയായിട്ടല്ലേ ഇതിനെ കാണാൻ പറ്റുള്ളൂ. ഒരു രാത്രി 12 മണിക്ക് ഒരു വാർത്ത വരുന്നു, 12:05 പിൻവലിക്കുന്നു. ഞങ്ങൾക്ക് 20 ആളുകളുടെ ആവശ്യമുണ്ടെന്നാണ് ഒരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം, ഈ ഒരു വലിയ ഒരു രാഷ്ട്രീയ സംവിധാനം. ആ സമയത്ത് 20,000 വാടകയ്ക്ക് എടുക്കേണ്ട ഒരു ഗതികേട് ഏതെങ്കിലും പാർട്ടിക്ക്, നമ്മുടെ പാർട്ടി വിടുക, ഏതെങ്കിലും അങ്ങ് ഈ ജനബന്ധമുള്ള രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ട കാര്യമാണോ? അത് നടത്തുന്നത് നമ്മളിവിടെ പ്രവർത്തനം ദുർബലമാണെന്ന് ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ പരത്തുന്നതിനുള്ള ഒരു കുൽസിത ശ്രമമാണ് അതിനകത്ത് നടക്കുന്നത്. അതൊന്നും വിലപ്പോകത്തില്ല. ഇവിടെ ആളുകൾ വളരെ കാര്യമായി തന്നെ ഇതുണ്ട്. രണ്ടുപേരെ കമ്പാരിസൺ എന്ന് പറയുന്നത് 8 വർഷം വീതം MLA-മാരായിരുന്നവർ, 8 വർഷവും 7 വർഷവും MLA-മാരായിരുന്നവർ തമ്മിലുള്ള അവരുടെ പ്രവർത്തന കാലങ്ങളുടെ ഒരു വിലയിരുത്തലാണ് വേണ്ട. 5 വർഷം ഭരണത്തിൻ്റെ ഭാഗമായിരുന്ന മുരളീധരൻ ഇവിടെ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അതിൻ്റെ ശീഘ്രത, വേഗത, ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കല്ലിന് വിട്ടിട്ട് 5 വർഷം കാത്തിരിക്കുന്ന രീതിയല്ല. ഒരു പ്രവർത്തനം ഏറ്റെടുത്താൽ ആ പ്രവർത്തനം വളരെ വേഗത്തിൽ സമയബന്ധിതമായി തീർക്കാൻ വേണ്ടിയുള്ള ബാക്കപ്പ് കൂടി അദ്ദേഹം ചെയ്യാറുണ്ടായിരുന്നത്. സ്കൂളുകളുടെ കാര്യത്തിലൊക്കെ തന്നെ ഇപ്പോൾ വേറെ സ്കൂൾ 6 കോടി രൂപയുണ്ട്. 3 കോടി രൂപ അദ്ദേഹത്തിന് ആസ്തി വികസന ഫണ്ട് കൊടുത്തു. 3 കോടി രൂപ ഉമ്മൻചാണ്ടിയിൽ നിന്നുള്ള ഇദ്ദേഹത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് 3 കോടി കൊണ്ട് അധിക ഫണ്ട് മുഖ്യമന്ത്രിയുടെ ഫണ്ടെന്ന് കൊടുത്ത ആളാണ് ആ സ്കൂളിലെ ഇതിലെ ഉദ്ഘാടനം നടത്തുമ്പോൾ അദ്ദേഹത്തെ വിളിക്കാൻ പോലും തയ്യാറായിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത് അദ്ദേഹമാണെന്ന് തന്നെ. ഇപ്പോൾ റോഡുകൾ ടാർ ചെയ്യുക അതിൽ തന്നെ പരിതാപകരമാണ് പല സ്ഥലങ്ങളിലും. നമ്മുടെ ഇപ്പോൾ നാഷണൽ ഹൈവേ ചൂണ്ടിക്കാണിച്ചിട്ട് നമ്മുടെ ഈ റോഡുകളുടെ മഹത്വം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? യഥാർത്ഥത്തിൽ നമ്മുടെ ഉൾ റോഡുകൾ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഇപ്പോഴും ശോചനീയമാണ്. പക്ഷേ അത് നന്നാക്കിയാൽ തന്നെ അതൊരു വലിയ മഹത് കാര്യമായിട്ട് ഒരിക്കലും പറയാനും പറ്റത്തില്ല. കാരണം ഇത് ഒരു ഭരണകൂടത്തിൻ്റെ ചുമതലയാണ്, ഉദ്യോഗസ്ഥരടക്കമുള്ള ഒരു സംവിധാനം ഈ റോഡുകളും കാര്യങ്ങളും. അതല്ല വികസന പ്രവർത്തന പ്രപ്പോസൽ, കൃത്യമായ പ്രപ്പോസൽ, അതിനുള്ള പ്ലാനിങ്, അതൊക്കെയാണ് തന്നെ. പിന്നെ അഴിമതി വിരുദ്ധമാണെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഈ വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനത്തിൻ്റെ പ്രവർത്തനം തുടങ്ങിയത് മുരളീധരൻ വരുന്നതിന് മുമ്പാണ് ആ പ്രപ്പോസൽ വരുന്നത്. പക്ഷേ അതിനെ ശരിക്കും മുന്നോട്ട് കൊണ്ടുപോയത് മുരളീധരനാണ്. അവസാനം ഒടുവിൽ തന്നെ ഗാർഗിലിൻ്റെ ഒരു ഇടപെടലുണ്ടായി. ഗാർഗിൽ ഇടപെടേണ്ടത് പരിസ്ഥിതി ലോല പ്രദേശമാണെന്ന് പറഞ്ഞതുകൊണ്ട് അത് അവിടെ നിന്ന് തടയപ്പെടുക, കുറച്ച് നാൾ ഡിലേ വരെ ഉണ്ടായത്. അത് കഴിഞ്ഞിട്ട് കസ്തൂരിരംഗൻ റിപ്പോർട്ട് വന്നപ്പോൾ ഇത് അതിൽ നിന്ന് ഒഴിവാക്കിയപ്പോൾ അതിൻ്റെ പ്രവർത്തനം വീണ്ടും അത് സ്ഥലപ്പെടുപ്പുമായി ബന്ധപ്പെട്ട് ആദ്യം 400 കോടി രൂപ അനുവദിപ്പിക്കുന്നത് മുരളീധരനാണ്. പിന്നെ നിർഭാഗ്യവശാൽ ഭരണം മാറിപ്പോയപ്പോഴത്തേക്ക് അതിന് പിന്നെയും ഡിലേ ഉണ്ടായി. അത് കഴിഞ്ഞുള്ള ഈ 5 വർഷങ്ങളിലെ അധികാരത്തിൽ ഇരുന്ന 5 വർഷം മുരളീധരൻ്റെ അധികാരത്തിൻ്റെ ഭാഗമായിരുന്ന മുരളീധരനും 8 വർഷം 10 വർഷമുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിരിക്കുന്ന ജനപ്രതിനിധിയും തമ്മിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ കമ്പയർ ചെയ്യുവാൻ നമ്മുടെ ആളുകൾ തയ്യാറായാൽ പിന്നെ അതിനെക്കുറിച്ച് പിന്നെ വേറെ ഒന്നും വേണ്ടി വരത്തില്ല. തീർച്ചയായിട്ടും തീർച്ചയായും അത് നല്ല വിജയം. നമ്മളിപ്പോൾ വിജയം എന്ന് പറഞ്ഞാൽ ഇടിച്ചുള്ള വിജയം എന്നാണ് എല്ലാവരും നിങ്ങൾ പത്രക്കാരെല്ലാം പറയുന്നത്. വളരെ ശക്തമായി തന്നെ ഞങ്ങൾക്കത് ഫീൽ ചെയ്യുന്നില്ല. നമുക്കറിയാം, ഞാനിപ്പോൾ സ്ഥാനാർത്ഥിയുടെ പര്യടന വാഹനത്തിന് കൂടി ഞാൻ കൂടുതലധികം സമയങ്ങൾ യാത്ര ചെയ്ത് ജനങ്ങൾ എന്നിടുന്നുള്ള ഒരു സ്വീകരണമുണ്ടല്ലോ. അതുപോലെ നമ്മുടെ വീടുകളിൽ നിന്നൊക്കെ ഇറങ്ങി വന്ന് ജനങ്ങൾ കൈ കാണിക്കുകയൊക്കെ ചെയ്യുന്നത് അവർക്ക് ഇതിനോടുള്ള താല്പര്യം കൊണ്ടാണ്, മുരളീധരൻ വരണമെന്നുള്ള താല്പര്യം കൊണ്ടാണ്. UDF വരിക എന്നുള്ള മാത്രമല്ല, അത് ഒരു രാഷ്ട്രീയ കാര്യമാണ്. പക്ഷേ മുരളീധരൻ വരണമെന്നുള്ള പ്രതീക്ഷ ആളെ കൊണ്ട് തീർച്ചയായും നല്ലത് തന്നെ വരും. തീർച്ചയായും മുരളീധരൻ ജയിക്കും. മുരളീധരൻ്റെ ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിലും തെരഞ്ഞെടുപ്പ് ഏജന്റ് എന്ന നിലയിലും ഞാനത് ഉറപ്പിച്ചു പറയുന്നു. എന്തായാലും അങ്ങയുടെ വാക്കുകൾ വളരെ ശക്തമായ വാക്കുകൾ, നല്ലൊരു വിലയിരുത്തൽ. ഇത് ജനങ്ങളിലേക്ക് എത്തട്ടെ. മുരളീധരൻ ജയിക്കട്ടെ.